ഓക്കെ, ഇന്ന് നമ്മളുടെ അധ്യായത്തിൽ പറയുന്നത് നമ്മുടെ മേഖലയിൽ മിടുക്കനാവുക. അപ്പം നമുക്കെല്ലാവർക്കും ഓരോരോ മേഖലകൾ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ തലങ്ങളും അത് ഓരോ ആളുകൾക്കും വ്യത്യസ്തമാകാം അവരവരുടെ മേഖലകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മേഖല ഏതാണോ ആ മേഖലയിൽ നമ്മൾ എങ്ങനെ മിടുക്കനാവുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ 10ാമത്തെ അധ്യായത്തിലൂടെ ബ്രയാൻ ട്രേസി പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ ഈ കൂടുതൽ ഫലവത്തായ മേഖലകളിൽ വിജയത്തെക്കുറിച്ച് ചിന്തിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന സാധാരണക്കാരൻ മാത്രമാണ് അസാധാരണ മനുഷ്യൻ. നമ്മളിപ്പോ സാധാരണ മനുഷ്യരെ കുറിച്ചിട്ടും അസാധാരണ മനുഷ്യരെ കുറിച്ചിട്ടും ഒക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ അവിടെ കൂടുതലായിട്ടുള്ള ഫലവത്തായ മേഖലകളിലൊക്കെ വിജയത്തെക്കുറിച്ച് ചിന്തിക്കുക, സ്വപ്നം കാണുക ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് അസാധാരണ മനുഷ്യൻ. എല്ലാവരും സാധാരണ മനുഷ്യരാണ്. പക്ഷെ ഈ അസാധാരണ മനുഷ്യൻ എന്ന തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നവരൊക്കെ ഈ ഒരു കാര്യം കൂടിയാണ് അധികമായി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അവര് ഫലവത്തായ മേഖലകളിലൊക്കെ ആ വിജയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും സ്വപ്നം കാണുക കൂടി മറ്റുള്ളവരെ അപേക്ഷിച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നമുക്ക് ആകാവുന്നിടത്തോളം എത്ര ഉയരങ്ങളിലേക്ക് ആയിത്തീരാമോ അത്രയും ആയിത്തീരുക എന്നതായിരിക്കണം മികച്ച പ്രകടനത്തിലേക്കുള്ള നമ്മുടെ ലക്ഷ്യം എന്നത്. ഏത് മേഖലയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്? നമുക്ക് ഒരുപക്ഷെ ബിസിനസ് ആവാം, ഗവൺമെന്റ് ജോലിയാകാം, കമ്പനികളിൽ മറ്റേതെങ്കിലും കമ്പനിയിൽ ജോലിയാകാം, സ്വയം തൊഴിലാകാം, കൈത്തൊഴിലുകളാകാം. ഇങ്ങനെ പല പല മേഖലകളിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അല്ലെങ്കിൽ വീട്ടിലെ ജോലി ചെയ്യുന്ന ഹൗസ് വൈഫ്സ് ആയിരിക്കാം. ഏത് തലത്തിലായിരുന്നാൽ പോലും നമ്മുടെ ആ മേഖലയിൽ, നമ്മളിപ്പോൾ നിലനിൽക്കുന്ന ആ മേഖലയിൽ നമ്മൾ ഏറ്റവും മികച്ചതായി തീരുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുവാൻ പറയുന്നത്. അപ്പോ ഒരു പ്രത്യേകതയുണ്ട്. ഇതിനെല്ലാം തന്നെ ഒരു വിപണി മൂല്യവുമായി ചേർത്ത് പറയുന്നു. ഏതു മേഖല എടുത്തു നോക്കിയാലും അതിനെയെല്ലാം ഒരു വിപണിയായി കണക്ക് കൂട്ടിയാൽ ഏറ്റവും മെച്ചപ്പെട്ട പ്രകടനം നടത്തുന്നവർക്ക് വിപണി ഏറ്റവും കൂടുതൽ വില നൽകാറുണ്ട്. ഇപ്പൊ നമ്മൾ ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കാറുണ്ട്, ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിക്കാറുണ്ട്. ഇത് തന്നെ നമുക്ക് ചെറിയ ഹോട്ടൽ, ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ കുടുംബശ്രീ സംവിധാനങ്ങൾ പോലെയുള്ളവ നടത്തുന്ന ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ വിൽക്കുന്ന ഹോട്ടലുകളുണ്ട്. വളരെ തുച്ഛമായ പൈസയായിരിക്കും. ഇതുപോലെ തന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഇതേ സംഗതി ലഞ്ച് തന്നെയാണ്, പക്ഷെ അവിടുത്തെ വിലയ്ക്ക് വ്യത്യാസം വരും. ഇത് കുറച്ചുകൂടി ഉയർന്ന ഹോട്ടലുകളിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഫെസിലിറ്റി 3 സ്റ്റാർ 5 സ്റ്റാർ 7 സ്റ്റാർ വരെയൊക്കെയുണ്ടല്ലോ, ഇത്തരം ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ ഇതേ സംഗതി തന്നെ ലഞ്ച് തന്നെയാണ്, പക്ഷെ അതിന്റെ വില കുറച്ചുകൂടി വലുതായിരിക്കും. അപ്പൊ അവിടെ ഏറ്റവും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നവർക്കാണ് വിപണി ഏറ്റവും കൂടുതൽ വില നൽകാറുള്ളത്. കാരണം ഇതെല്ലാം തന്നെ ഒരേ സംഗതിയാണ്, പല പല വിലകളാണ്. എങ്കിൽ പോലും ഏറ്റവും മെച്ചപ്പെട്ട വിലയിൽ കൊടുക്കുന്ന സ്ഥലത്ത് പോലും അത് വാങ്ങുവാൻ ആളുണ്ട്. ഇപ്പോൾ 50 രൂപയ്ക്കുള്ള ഊണ് കൊടുക്കുന്നിടമുണ്ട്, 90 രൂപയ്ക്കുള്ളിടമുണ്ട്, 150 ഉണ്ട്, 500 രൂപയ്ക്കുള്ള ഊണുണ്ട്, അതിലും കൂടുതലുള്ളതുണ്ടാവും. പക്ഷെ ഇവിടെ എല്ലാം തന്നെ അതിന്റെ ഉപഭോക്താക്കൾ ഉണ്ട് എന്നുള്ളത്. എത്ര വില കൂട്ടിയ ലഞ്ച് കൊടുത്താൽ പോലും ഇത് വാങ്ങുവാനും ആളുണ്ട് എന്നതിന്റെ അർത്ഥം ഏറ്റവും മികച്ച പ്രകടനത്തിന് വിപണി ഏറ്റവും കൂടുതൽ വില നൽകുന്നു എന്നുള്ളതാണ്. ഏറ്റവും നന്നായിട്ട് നമ്മുടെ മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വില നൽകും, അല്ലെങ്കിൽ പ്രതിഫലം കിട്ടും എന്നുള്ളതാണ് ഇവിടെ ഒരു കാര്യമായിട്ട് എടുത്തു പറയാനുള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അല്ലെങ്കിൽ നമ്മുടെ മേഖല ഏതാന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ആ മേഖലയിൽ അതിനെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് ഇവിടെ പറയുന്നു. അപ്പൊ എന്തുമാത്രം ബുദ്ധിമുട്ട് നമ്മുടെ മേഖലയിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും നമുക്കറിയാം. നമ്മൾ ചെയ്യുന്ന തൊഴിലുകളിൽ പലപ്പോഴും പലരും ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ജോലി അല്ലെങ്കിൽ പ്രവർത്തനം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയോട് ചോദിക്കുമ്പോൾ പറയും എൻ്റെ മേഖലയാണ്, അല്ലെ എൻ്റെ തൊഴിലാണ് ലോകത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. കാരണം മറ്റ് മേഖലകളിലൊക്കെ ഇന്ന പ്രശ്ന ഗുണങ്ങളും
പ്രതിഫലം ലഭിക്കാനുള്ള എളുപ്പ വഴികൾ വെക്കുന്നത്. പക്ഷെ എന്റെ മേഖലയിൽ അങ്ങനെയൊന്നുമല്ല. അവിടെയാണ് ഏറ്റവും ലോകത്തിലെ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ നടക്കുന്നത്. സാധാരണ മനുഷ്യർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നെ പോലെയുള്ള കുറച്ച് ആളുകൾക്ക്. കാരണം അവരാ ജോലി അല്ലെങ്കിൽ അവരുടെ മേഖല അവരിഷ്ടപ്പെടുന്നില്ല, അവരതിനെ ആസ്വദിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള കാരണം. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉള്ള ആളുകൾ ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ ആളുകൾ സ്വയം ചോദിക്കേണ്ട ഒരു 3 ചോദ്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് നിങ്ങളുടെ പ്രവർത്തന മേഖല? എന്താണ് നിങ്ങളുടെ തൊഴിൽ? എന്താണ് നിങ്ങളുടെ ബിസിനസ്? എന്താണ് നിങ്ങൾ വിരാജിക്കുന്ന മണ്ഡലം? ഏതാണ്? ഇതിൽ എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇനി രണ്ടാമത്തത്, എത്ര ഭംഗിയായിട്ട് നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയുന്നുണ്ട്? ആ മേഖലയിൽ, ഇപ്പൊ ഏത് മേഖലയിലാണോ നിങ്ങൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ മേഖല നിങ്ങൾ എത്ര ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്, നിങ്ങൾക്ക് പകരം അവിടെ ഒരാളെ വെക്കുന്നതിൽ നിങ്ങൾക്ക് എത്രയധികം ബുദ്ധിമുട്ട് നേരിടുന്നു. പല മേഖലകളിലും നമ്മൾ കാണാം, ആദ്യമേ അവർ അത് ചെയ്യുവാൻ പഠിക്കുന്നു, അതിലല്പം പ്രാഗൽഭ്യം നേടിക്കഴിഞ്ഞാൽ അവർ നല്ലൊരു എക്സ്പെർട്ട് എന്നുള്ള ഒരു രീതിയിലേക്ക് വരുന്നു. ഇതും കഴിഞ്ഞിട്ട് അവിടുന്ന് വളർന്നു കഴിയുമ്പോൾ എന്താണ്, അവിടെ പുതിയ ആളുകളെ അപ്പോയിന്റ് ചെയ്യാറ്. അല്ലെ, നമ്മുടെ വളരുന്ന പ്രസ്ഥാനങ്ങളെയൊക്കെ എടുത്ത് നോക്കി അറിയാം. തുടക്കത്തിൽ ചിലപ്പോൾ നമ്മൾ വലിയ വലിയ ഹോട്ടലുകളോ വലിയ ബേക്കറികളോ അതുപോലുള്ള ഏത് സ്ഥാപനമാണെങ്കിലും പറയുന്ന നമ്മളുടെ അതിന്റെ പഴങ്കഥകൾ നമ്മൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. തുടക്കത്തിൽ അതൊരു വർക്ക്ഷോപ്പായിരുന്നു കേട്ടോ, ഇപ്പോൾ വലിയ ഷോറൂം പോലെയായി മാറിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഇവരുടെ മുത്തച്ഛന്മാരാരോ ഒരാള് അവിടെ സ്വയം ചെയ്യുന്ന തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ആരംഭിച്ചത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്നത്തെ കാലത്ത് ഒരു സ്ഥാപനത്തിൽ ഇദ്ദേഹം ജോലി ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് വളർന്ന് വലുതായി വരുമ്പോൾ അവിടെ സംഭവിച്ചത്, അവരവിടെ ഭംഗിയായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു, അവരുടെ കസ്റ്റമേഴ്സിന്റെ എണ്ണം വർദ്ധിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, അവർ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന് വിപണിക്ക് മനസ്സിലായി. അപ്പോൾ അവരുടെ പ്രകടനത്തിന് വിപണി കൂടുതൽ വില നൽകുവാൻ തുടങ്ങി, അല്ലെങ്കിൽ ഇവര് വിപണിയോട് കൂടുതൽ വില ആവശ്യപ്പെടുവാൻ തുടങ്ങി. ആവശ്യപ്പെടുവാൻ ആർക്കും കഴിയും, പക്ഷെ അത് വിപണി നൽകുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് വിജയിക്കൂ. ഇങ്ങനെ വിജയിച്ചു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, അവിടെ അവർക്ക് വേണ്ടി പുതിയ ആളുകളെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് സ്ഥാപനം സ്കെയിലപ്പ് ചെയ്യാറുണ്ട്, വളർത്തുവാറുണ്ട്. അപ്പോൾ ഈ രീതിയിലേക്ക് ആണ് നമ്മൾ 3 ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾ ഇപ്പോൾ ഉള്ള മേഖല, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇനി നിങ്ങൾക്ക് പകരം അവിടെ ആളെ വയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നേരിടുന്ന തടസ്സങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അതിന് എന്ത് ബുദ്ധിമുട്ടുകളൊക്കെയാണ് നേരിടുന്നത്? ഇവിടെ എല്ലാം പൊതുവായിട്ടുള്ളൊരു കാര്യം പറയുന്നത്, വിജയം കണ്ട വ്യക്തികളിൽ പൊതുവായിട്ടൊരു ഗുണം കണ്ടുവരാറുണ്ട്. വിജയം നേടുന്ന ഏത് വ്യക്തിയെ എടുത്തു നോക്കിയാലും ഇവർക്കെല്ലാം പൊതുവായിട്ടുള്ള ഒരു ഗുണം ഉണ്ടാവാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരുടെ പ്രവർത്തനം എന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അവരുടെ ആ പ്രവൃത്തി പദത്തിൽ ഇവരിങ്ങനെ വളരെ മിടുക്കനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, നല്ല പ്രകടനം. എന്നിട്ട് അവർ നല്ല പ്രകടനം കാഴ്ചവെക്കും. കാരണം അന്നത്തെ ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരെക്കാൾ ഇവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ തുടങ്ങും. അപ്പോൾ അത് ചെയ്യുവാൻ വേണ്ടിയിട്ട്, ആ പ്രകടനം കാഴ്ചവെക്കുവാനായിട്ട് ഇവര് എന്ത് ത്യാഗത്തിനും തയ്യാറാകും, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ത്യജിക്കുവാനും എന്ത് വേണമെങ്കിലും ചെയ്യുവാനും ഇവർ തയ്യാറാകും. ചിലപ്പോൾ ഇവർ ഭക്ഷണം കഴിക്കാതെ പോലും ആ പ്രവൃത്തിയിൽ ഏർപ്പെടും. അല്ലെങ്കിൽ മറ്റ് തൻ്റെ സമന്മാരായിട്ടുള്ള ആളുകൾ അപ്പോഴൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ ഒരു വൈകുന്നേരങ്ങളിൽ സുറ പറയുകയും അല്ലെങ്കിൽ വിനോദയാത്രകൾ പോവുകയും അല്ലെങ്കിൽ അങ്ങനെ സമയം ചിലവഴിക്കുന്ന, അനാവശ്യമായി ചിലവഴിക്കുന്ന മറ്റ് കാര്യങ്ങളിലും ആക്ടിവിറ്റികളിലൊക്കെ ഏർപ്പെടുകയൊക്കെ ചെല്ലുമ്പോൾ ഇവരതെല്ലാം ഒഴിവാക്കിയിട്ട് ഇവരുടേതായ പ്രത്യേക മണ്ഡലത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഇങ്ങനെ ഉള്ളവരൊക്കെ തന്നെയാണ് അവരുടെ മേഖലയിൽ ഏറ്റവും അധികം വിജയം പോയിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ മേഖലയിലെ വിപണിയിൽ ഏറ്റവും കൂടുതൽ മൂല്യം അല്ലെങ്കിൽ പ്രതിഫലം നേടിയിട്ടുള്ളവര് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഇവര് മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കും. അവരത് നേടുവാൻ വേണ്ടി എന്ത് വില കൊടുക്കുവാനും തയ്യാറാണ്, എന്ത് വിലകൾ കൊടുക്കുവാനൊക്കെ അവർ തയ്യാറാകാറുണ്ട് ആ കാര്യം ഒന്ന് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമ്മൾ മുൻപ് പല ദിവസങ്ങളിലായിട്ടും ഒക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യം, നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കുമ്പോൾ, നമ്മളുടെ അറിവ് വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് വിപണിയിൽ മൂല്യം കൂടുക.
അപ്പൊ നമ്മളൊരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള അധ്യാപകർ. ഏറ്റവും ചെറുതായി പറഞ്ഞാൽ നമുക്കിപ്പോൾ വീടുകളിൽ ട്യൂഷൻ എടുക്കുന്ന അധ്യാപകരുണ്ട്, സ്കൂളുകളിൽ ചെയ്യുന്നവരുണ്ട്. അത് പ്രൈവറ്റ് മാനേജ്മെന്റ് സ്കൂളുകളിലും ഗവൺമെന്റ് സ്കൂളുകളിലും കോളേജുകളിലും ഇങ്ങനെ പല തരത്തിൽ പോകുന്നയാൾ. അപ്പൊ ഇവരുടെ ഒരു വിപണി എന്ന് പറയുന്ന ശരിയല്ലെങ്കിൽ പോലും ഇവർക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ വ്യത്യാസമുണ്ട്. ഇവരെല്ലാം ചെയ്യുന്നത് തന്നെ ഒരേ തരത്തിലുള്ള തൊഴിലുകളാണ്, എല്ലാം അധ്യാപനമാണ് ചെയ്യുന്നത്. പക്ഷെ ഇവരുടെ വിപണിയിലെ മൂല്യത്തിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, ഏറ്റവും മികച്ച പ്രതിഫലം നേടുന്ന അല്ലെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ട അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് പേര് നേടിയ ആളുടെ സ്കിൽ സെറ്റ് വ്യത്യാസമുണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച്. അവർ വളരെയധികം സ്കില്ലുകൾ അതിനുവേണ്ടി ആർജിച്ചിട്ടുണ്ട്, വളരെയധികം പഠനങ്ങൾ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും അതിനായിട്ട് കൂടുതൽ പഠിച്ചുകൊണ്ട് അതിന് വേണ്ട പുതിയ പുതിയ കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. അതിന് വേണ്ടി നമ്മൾ പണം മുടക്കി തന്നെ ചെയ്യേണ്ടി വന്നാൽ അതൊക്കെ തന്നെ ചെയ്യണമെന്നുള്ളതാണ്. അപ്പൊ എത്രത്തോളം നമ്മളെ കാര്യങ്ങൾ, നമ്മളുടെ കഴിവുകൾ എത്രത്തോളം വർദ്ധിപ്പിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആ വിപണിയിൽ നമ്മുടെ മൂല്യം വർദ്ധിച്ചു തുടങ്ങും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 80/20, 80/20 നിയമം, പ്രിൻസിപ്പിൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വിൽപ്പന രംഗത്ത്, ഇപ്പൊ വിൽപ്പനയൊക്കെ ചെയ്യുന്ന ഒരു മേഖലയാണ്, കച്ചവടം ചെയ്യുന്ന മേഖലയാണെങ്കിൽ, അപ്പോൾ അവിടെ ആ കരിയർ ആരംഭിക്കുന്ന ഒരു വ്യക്തി, വിൽപ്പന രംഗത്ത് ആദ്യം തുടക്കക്കാരനാണെങ്കിൽ അയാൾക്ക് ആ മേഖലയിൽ മെച്ചപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ അവർക്കും അവിടെ വളരെ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന ഒരു പ്രിൻസിപ്പിളാണ് 80/20 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും മികച്ച വ്യക്തിയെ നോക്കുമ്പോൾ ആ മേഖലയിൽ, ഇപ്പൊ ഓരോ മേഖലയിലും കുറെ പ്രതിഫലം പല രൂപത്തിലിരിപ്പുണ്ട്, പണമായിട്ടും വസ്തുവകകളായിട്ടും സ്ഥാവര ജംഗമ വസ്തുക്കളായിട്ടും. അപ്പോൾ ഇവിടെ ഈ വിൽപ്പനയുടെ മേഖലയിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നവരാണ് ആ മേഖലയിലെ 80% പ്രതിഫലവും കൊണ്ടുപോകും. 80% ചെയ്യുന്നതെല്ലാം ഒരേ ജോലികളായിരിക്കും, പക്ഷെ ഇവരാണ് 80% പ്രതിഫലവും അവിടെ നേടിക്കൊണ്ടു പോകുന്നത്. ബാക്കിയുള്ള മുഴുവൻ പേരും ആ 20% പങ്കിട്ടെടുക്കുക മാത്രമാണ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു, 1 മണിക്കൂർ അധ്യാപനം ചെയ്യുമ്പോൾ പല രീതിയിൽ പ്രതിഫലം പറ്റുന്ന ആളുകളുണ്ട്. അതിന്റെ കാര്യം, എല്ലാവരും ഒരേ കാര്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വിൽപ്പന രംഗത്ത് ഏറ്റവും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിനെ എടുത്താൽ, ഇവരിൽ തന്നെ നമ്മൾ പറഞ്ഞു മാസം 30,000 രൂപ ശമ്പളം വാങ്ങുന്നവരുണ്ട്. അത് തന്നെ 3 ലക്ഷവും ചിലപ്പോൾ 3 കോടി വരെയും മാസം വാങ്ങുന്നു. എല്ലാവരും ചെയ്യുന്നത് ഒരേ സമയത്തെ ഒരു കാലയളവിലെ കാര്യമാണ്, ഒരേ മേഖല തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഇവരുടെ സ്കിൽ സെറ്റുകളും വ്യത്യാസവും. കാരണം ഉയർന്ന തലങ്ങളിൽ കച്ചവടം ചെയ്യുമ്പോൾ ഇയാൾ ഒറ്റയ്ക്കായിരിക്കും, അവനൊരു കൂട്ടായ ഒരു ടീം വർക്കായിരിക്കും. ആ ടീമിനെ നയിക്കുവാനുള്ള ഒരു കഴിവാണ് ഈ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ്. അദ്ദേഹം വളരെ ഭംഗിയായി മറ്റുള്ളവരെ കൊണ്ട് ആ മേഖലയിൽ പണി ചെയ്യിക്കാനുള്ള ഒരു കഴിവ്, സ്കില്ല്, കൃത്യമായിട്ട് അതിന്റെ റിപ്പോർട്ടിങ്ങുകൾ നേടിയെടുക്കുവാൻ, കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, വീക്കായ മേഖലകൾ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് മെച്ചപ്പെടുത്തുവാനുള്ള കഴിവ്. ഈ ഒരു കഴിവാണ് അവർക്കുള്ളത്. നേരെ മറിച്ച് ഏറ്റവും താണ നിലവാരം പുലർത്തുന്ന ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ തൊഴിൽ ചെയ്യുന്നു, രാവിലെ പോകുന്നു, കുളിച്ച് വൃത്തിയായി ഡ്രസ്സൊക്കെ ധരിച്ച് അവർ പറയുന്ന രീതിയിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച് സെയിൽസിനായി പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, സാധാരണ രീതിയിലേക്ക് ജോലി ചെയ്യുക, തിരിച്ചു. അപ്പൊ ഇവിടെയൊക്കെ വിപണി കൊടുക്കുന്ന മൂല്യം അല്ലെങ്കിൽ വിപണി കൊടുക്കുന്ന പ്രതിഫലത്തിന്റെ വ്യത്യാസം വരുന്നത് ആ മേഖലയിൽ എത്ര മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നു എന്നുള്ളത് അറിഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം. അപ്പോൾ അവിടെ ബ്രയാൻ ട്രേസി തന്റെ ജീവിതവുമായി ചേർത്ത് പറയുന്ന ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. തന്റെ ബാല്യം, ബ്രയാൻ ട്രേസിയുടെ ബാല്യം വളരെ കഷ്ടപ്പെട്ടതായിരുന്നു, കഷ്ടപ്പാട് പിടിച്ചൊരു ബാല്യമായിരുന്നു. മാത്രമല്ല ഇദ്ദേഹം സ്കൂളിൽ മോശം പ്രകടനം കാഴ്ചവെച്ചു. സ്കൂളുകളിൽ നമുക്കറിയാം പല വിദ്യാർത്ഥികളെയും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നവരുണ്ട്, മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരുണ്ട്, മധ്യഭാഗത്ത് ശരാശരി നിലവാരം പുലർത്തുന്നവരും ഒക്കെയുണ്ട്. അപ്പോൾ ബ്രയാൻ ട്രേസി അതിലെ ആദ്യം പറഞ്ഞ ഏറ്റവും താണ നിലവാരത്തിൽപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് സ്കൂളുകളിൽ പഠിക്കുമ്പോൾ
നമ്മുടെ ബ്രെയിനിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട്. സ്കൂളിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചില്ല എങ്കിൽ പിന്നെ നമ്മൾ തീർന്നു പോയി, നമുക്കൊരു മേഖലയിലും പിന്നീട് വിജയിക്കുവാൻ കഴിയില്ല, പിന്നെ ജീവിത അന്ത്യം വരെ നമ്മൾ ഈ ഒരു താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കേണ്ടവരാണ്, താഴ്ന്ന നിലവാരത്തിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നവരാണ് എന്നൊക്കെ നമ്മുടെ മനസ്സിലും ഉപബോധ മനസ്സിലും ഒക്കെ പിന്നീട് കയറിപ്പറ്റി പോയിട്ടുള്ളൊരു സംഗതി ഉണ്ടാവും. ഇതേ രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ആൾ തന്നെയാണ് ഈ ഗ്രന്ഥം എഴുതിയ, അല്ലെങ്കിൽ ഇത്ര അനവധി ഗ്രന്ഥങ്ങൾ എഴുതിയ ബ്രയാൻ ട്രേസി പോലും ജീവിച്ചിരുന്നതും വിശ്വസിച്ചിരുന്നതും എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് ഇദ്ദേഹം കുറച്ച് പ്രായം കഴിഞ്ഞു, കൗമാരപ്രായമെത്തി. ഇതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് പുതിയ അറിവുകൾ കിട്ടിയത്, അറിവുകൾ സമ്പാദിക്കപ്പെട്ടത്. ഇതിനുശേഷം തൻ്റെ മേഖലയിലെ മികച്ച 10 പേരിൽ ഒരാളെന്ന നിലയിലേക്ക് ഇദ്ദേഹത്തിന് മാറുവാൻ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഗ്രന്ഥം ചർച്ച ചെയ്യുന്നതും ഇന്ന് ഈ ബ്രയാൻ ട്രേസിയുടെ പേര് നമ്മൾ പലവരും ആവർത്തിക്കുവാനുള്ള സാഹചര്യം. അതുമല്ല, ആ മേഖലയിൽ, തൻ്റെ മേഖലയിൽ പിന്നീട് ഏറ്റവും വലിയ പ്രതിഫലം വാങ്ങുന്ന വ്യക്തിയായി, മണിക്കൂറുകൾക്ക് ലക്ഷങ്ങളൊക്കെ വാങ്ങുന്ന തലത്തിലേക്കൊക്കെ ബ്രയാൻ ട്രേസി മാറുകയുണ്ട്. ഇപ്പൊ നമ്മൾ പലപ്പോഴും സ്പീച്ചുകൾ കേൾക്കാം, പ്രസംഗങ്ങൾ കേൾക്കുവാറുണ്ട്, ബിസിനസ് ട്രെയിനിങ്ങുകൾ കേൾക്കുവാറുണ്ട്, മറ്റെന്തെങ്കിലുമൊക്കെ ട്രെയിനിങ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഏത് മേഖലയിൽ വിജയിക്കണമെങ്കിൽ ആ മേഖലയിലുള്ള ഒരു തൊഴിലിനെ മാത്രം, അല്ലെങ്കിൽ അതിനെ മാത്രം പഠിച്ചിരിക്കുക, അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഭൂരിപക്ഷം പേരും വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യം. പക്ഷെ അവിടെ വളരണമെങ്കിൽ, അവിടുത്തെ ഒരു ശരാശരിക്കാരനോ താഴ്ന്ന നിലവാരത്തിലോ പ്രവർത്തിക്കണമെങ്കിൽ അത് മതി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനെ ഒരു ലീഡ് ചെയ്യുന്ന തലത്തിലേക്ക്, അല്ലെങ്കിൽ ആ മേഖലയിലെ മികച്ച വ്യക്തിയോ അല്ലെങ്കിൽ മികച്ച ലോകത്തിലെ 10 വ്യക്തികളിൽ ഒരാൾ ആവുക എന്നുള്ള തലത്തിലേക്ക് വരികയോ ചെയ്യണമെങ്കിൽ അത് മാത്രമല്ല, നമ്മൾ അനവധി സ്കില്ലുകൾ നേടിക്കൊണ്ടേയിരിക്കും. ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങളിൽ മെച്ചപ്പെട്ട അല്ലെങ്കിൽ ശരാശരിയെങ്കിലും പല കാര്യങ്ങളിൽ നമുക്ക് അറിവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവർ പറയും. എന്തൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയുന്നു ഇതെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. പലപ്പോഴും സംഭവിക്കുന്നത് നമുക്കത് പിന്നീടാവാം, അല്ലെങ്കിൽ അടുത്ത ഇതിൽ നമുക്ക് ചെയ്യാം എന്നൊക്കെ നമ്മൾ വെച്ച് മാറ്റി വെക്കാറുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്തും. എപ്പോൾ നമുക്കൊരു കാര്യം പഠിക്കാനുള്ള അവസരം കിട്ടുന്നു അപ്പോൾ അതിനെ, ഇതാണ് ഏറ്റവും നല്ല അവസരം, അല്ലെങ്കിൽ ഇതാണ് അതിന് പറ്റിയ ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് കരുതിക്കൊണ്ട് വേണം ഇതിനെ നമ്മൾ കാണുവാൻ, അല്ലെങ്കിൽ അതിനെ പഠിക്കുവാൻ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോഴാണ് ഈ ബ്രയാൻ ട്രേസിയുടെ ബാല്യം വളരെ മോശമായിരുന്നു, അല്ലെങ്കിൽ പഠനത്തിൽ ഏറ്റവും താഴ്ന്ന നിലവാരം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ഒരു ഉൾക്കാഴ്ച ഉണ്ടായി, അല്ലെങ്കിൽ താൻ ചെയ്യുന്ന പ്രവൃത്തിയിലെ മേഖലകളിലുള്ള മികച്ച 10 വ്യക്തികളെ കുറിച്ച് ഇദ്ദേഹം അറിയുവാനും പഠിക്കുവാനും. നമ്മൾ മെച്ചപ്പെട്ട ഒരു മേഖലയിലേക്ക്, നമ്മുടെ മേഖലയിൽ തന്നെ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് ഉയരണമെങ്കിൽ ആ മേഖലയിൽ ഇന്നുള്ള ഏറ്റവും മികച്ച 10 വ്യക്തികളാര്, ലോകത്തിലെ തന്നെ 10 വ്യക്തികളാര് എന്ന് മനസ്സിലാക്കുകയും ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്യുവാൻ പോകുന്നത്, ചെയ്യുവാനുള്ളത്, ചെയ്തു കഴിഞ്ഞത്, ഇങ്ങനെയുള്ള ഇവരുടെ ഓരോ മേഖലയും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കും ആ നിലവാരത്തിലേക്ക് ഉയരുവാൻ കഴിയും. അവർ ചെയ്യുന്നത് എന്താണ്, ഇത് തന്നെ നമുക്കും ചെയ്യുവാൻ കഴിയണം, പഠിക്കുവാൻ കഴിയും. നമുക്കിപ്പോൾ നേടുവാൻ, ഇപ്പൊ ഇന്ന് നമുക്ക് പുതിയ മേഖലകളിലേക്ക് വരുമ്പോൾ, പുതിയ ജീവിതത്തിലേക്ക് വരുമ്പോൾ അനുദിനം ടെക്നോളജികൾ മാറിക്കൊണ്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കും. നമ്മൾ ഒരു കാലത്ത് ഇതുപോലെ ഒരു ഗൂഗിൾ മീറ്റിലോ സൂം ആപ്ലിക്കേഷനിലോ ഒന്നും ഒരു മീറ്റിംഗ് കൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾവി പോലും. പക്ഷെ ഇതിനേക്കാൾ വളരെ മുൻപ്, ഒരു കോവിഡ് വന്നതിന് ശേഷമാണ് നമ്മളൊക്കെ ഇത് ഉപയോഗിക്കാൻ പഠിച്ചതും അല്ലെങ്കിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതും. ഇതിനും വർഷങ്ങൾക്ക് മുമ്പ് ഇത് മിലിറ്ററിയിലെ ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ അതിന്റെ ലീഡേഴ്സ് ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ ആദ്യകാലത്തെ ഒരു മീറ്റിങ്ങില് സൺഡേ ദിവസങ്ങളിൽ മാത്രമായിരുന്നു നമ്മുടെ മീറ്റിംഗ്. അതിനുശേഷമാണല്ലോ നമ്മൾ ദിനം പ്രതിയുള്ള ക്ലാസ്സുകളിലേക്ക്. അപ്പൊ അങ്ങനെ കൂടുമ്പോൾ ഒരു മുൻ പട്ടാള ഉദ്യോഗസ്ഥൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഗൂഗിൾ മീറ്റ് വളരെ വളരെ ലാഘവത്തോടെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം 20 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ മിലിറ്ററി സർവീസിൽ ഇത് വീഡിയോ കോൺഫറൻസിന് വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ ഇത് സാധാരണ മനുഷ്യർക്ക് ഇതിനെക്കുറിച്ച് അറിയുക പോലുമില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോ ഇത് നമ്മളിലെ പല ആളുകളും, അല്ലെങ്കിൽ നമ്മുടെ ആളുകളൊക്കെ പലരും വളരെ ലാഘവത്തോടെ ഇത് ചെയ്യുന്നതാണ്, വളരെയധികം സന്തോഷം തോന്നുന്നു എന്ന് പറയുകയുണ്ടായി. അപ്പൊ അങ്ങനെ ഓരോ മേഖലകളിലും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. നമ്മുടെ മേഖലകളിൽ നമ്മൾ വിജയിക്കുന്നില്ല എന്ന് നമ്മൾ കരയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിങ്ങനെ നിരന്തരം
ചർവിത ചർവണം നടത്തുമ്പോൾ, പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഈ മേഖലയിൽ ഇനിയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുവാനുണ്ട്, പഠിക്കുവാനുണ്ട്. പലപ്പോഴും നമ്മളുടെ വർഷങ്ങളുടെ പ്രാഗൽഭ്യം അല്ലെ വർഷങ്ങളുടെ ഒരു സീനിയോറിറ്റി ഒക്കെ വെച്ചിട്ട് നമുക്ക് എല്ലാം അറിയാമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുക. പക്ഷെ അതല്ല, അവിടെ ഇനിയും നമ്മൾ എന്തൊക്കെയോ അറിയുവാനുണ്ട് എന്നുള്ളതിന് തെളിവാണ് നമ്മൾ ആ മേഖലയിൽ ശരാശരിക്കാരനോ താഴ്ന്ന നിലവാരം പുലർത്തുന്നവനോ ആയിപ്പോകുന്നത്. ഒരുപാട് കാര്യം ഇപ്പൊ നമ്മുടെ ഈ ഒരു മേഖലകളിൽ തന്നെ സോഷ്യൽ മാധ്യമങ്ങളാണെങ്കിലും നമ്മുടെ വീഡിയോ മാധ്യമങ്ങളൊക്കെ ആണെങ്കിലും ഇതിന്റെ മേഖലകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ക്ലാസ് നമ്മുടെ 27-ാം തീയതി IT വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു. അപ്പൊ അതിലൊക്കെയും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇനി വരുന്ന ലോകത്തിലേക്ക് വേണ്ടുന്ന ഓരോ ആളുകളും ഒരുപക്ഷെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ എത്രയും വേഗം നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കും എന്നുള്ള ലക്ഷ്യം കൂടി അതിന്റെ പിന്നിലുണ്ട്. അപ്പൊ 27-ാം തീയതി കോട്ടയത്ത് ചൈതന്യ കൾച്ചറൽ സെന്ററിൽ വെച്ചാണ് നടന്നത്. അപ്പൊ അതിൽ നമുക്ക് അതിന്റെ പോസ്റ്ററുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ താല്പര്യമുള്ള ആളുകളെ നമ്മളത്, കാരണം അതുമായിട്ടൊരല്പം നമുക്ക് ചെയ്യുവാൻ ഇൻട്രസ്റ്റ് താല്പര്യമൊക്കെ ഉണ്ടായി വരുന്നവരെയാണ് നമുക്കതിനെ കൂടുതൽ പറഞ്ഞു കൊടുക്കുവാനൊക്കെ സാധിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ അത് താല്പര്യമുള്ളവർ എത്രയും വേഗം അതിലേക്ക് നമ്മുടെ പേര് കൊടുക്കുവാനൊക്കെ ശ്രദ്ധിക്കുക. കാരണം കുറച്ച് 50 പേരോ മാത്രമുള്ളൊരു അടങ്ങുന്ന ഒരു കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടുള്ള ഒരു മീറ്റിങ്ങിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എത്രയും വേഗം പറയുക, അങ്ങനെ ഒരു കാര്യം കൂടി. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്കിങ്ങനെ ഓരോ അറിവുകളും, അപ്പൊ നമ്മുടെ മേഖല ഏതുമാകാം. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ആ മേഖലയിലെ ചില കാര്യങ്ങൾ മാത്രമാണ്, അല്ലെ അതിനെക്കുറിച്ചിട്ട് മാത്രം നമ്മളിങ്ങനെ ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ചെയ്യുക. പക്ഷെ അതല്ല, അവിടെ തന്നെ നമ്മൾ വ്യത്യസ്തമായ അറിവുകൾ നേടിക്കഴിയുമ്പോഴാണ് നമുക്ക് ആ മേഖലയിൽ നമുക്ക് ചുറ്റും നിൽക്കുന്ന ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെക്കാൾ മെച്ചപ്പെട്ടവരായി മാറുവാൻ കഴിയുക. അത് ഏതാണ്ട് എല്ലാ മികച്ച കമ്പനി ഉടമകളും, എല്ലാ മികച്ച പ്രഭാഷകരും, അല്ലെങ്കിൽ എല്ലാ മികച്ച അധ്യാപകരും ഏത് മേഖലയിലാണെങ്കിലും അവിടെ ഏറ്റവും മികവ് നേടിയിട്ടുള്ളവർ അവരുടെ മേഖലയിൽ അറിവുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പല മേഖലകളിലും കുറച്ചെങ്കിലും അറിവുകൾ നേടിയിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ പഠിക്കുവാനുള്ള ശ്രമമെങ്കിലും നടത്തിയിട്ടുള്ളവരാണ് എന്ന് അറിയുവാൻ കഴിയും. അവിടെ കൂടുതൽ നമ്മുടെ മേഖലയിൽ പ്രവർത്തിക്കുവാൻ, അല്ലെ പ്രവർത്തിക്കുന്നവരെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അവർക്ക് ഈ ഒരൊറ്റ കാര്യമല്ല, ബാക്കി ഏതാണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അത്യാവശ്യം വേണ്ട കഴിവുകൾ കൂടി അവർക്കുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ നേടുവാനായി ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നവരായി. ഇവിടെ സ്വയം വികസനത്തിന് വേണ്ടി നമ്മൾ ദൃഢമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. നമുക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ബ്രയാൻ ട്രേസിക്ക് മനസ്സിലായ ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, നമുക്ക് വേണ്ടുന്ന എല്ലാ അറിവുകളും എല്ലാ കഴിവുകളും നമുക്ക് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നേടുവാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് ആ കഴിവ് അല്ലെങ്കിൽ ആ സംഗതി ചെയ്യുവാൻ എനിക്ക് കഴിയുകയില്ല, എനിക്കതിനുള്ള അറിവോ അല്ലെങ്കിൽ അത് ചെയ്യുവാനുള്ള ഒരു വാസനയോ ഒക്കെ ജന്മസിദ്ധമായിട്ട് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മാറി നിൽക്കുക, അല്ലെ എന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ കുറച്ച് സമയം അതിനായി ചെലവഴിക്കുവാനുണ്ടെങ്കിൽ നമുക്ക് അത് നേടുവാൻ കഴിയും. അത് മാത്രമല്ല, അത് നേടുവാൻ നമ്മൾ തയ്യാറെടുത്തു കഴിഞ്ഞാൽ ഭൂമിയിലെ ഒരു ശക്തിക്കും നിങ്ങളെ തടഞ്ഞു വെക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിലെ നെഗറ്റീവ് ചിന്തകളെ, മോശമായ ചിന്തകളെയൊക്കെ നമ്മൾ മാറ്റി നിർത്തണമെന്ന് പറയും. കാരണം പലപ്പോഴും നമുക്ക് നേടുവാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നേടുവാനുള്ളൊരു തടസ്സം എന്ന് പറയുന്നത് നമ്മൾ പലതിനെയും കുറ്റം പറയും. നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് സാധനങ്ങളാണ്, എനിക്ക് അത് ഇന്ന പ്രശ്നങ്ങൾ എനിക്ക് ചുറ്റുമുണ്ട്, കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇതില്ല എന്ന് ഞാനത് നേടിയെന്ന് പറയും. അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ രീതികൾ ശരിയല്ല, കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ രീതികൾ, മക്കളുടെ, ഭാര്യയുടെ, ഭർത്താവിന്റെ, ഇവരുടെ ഒന്നും രീതികൾ ശരിയല്ലായിരുന്നു, അതും കൂടി നേടിയായിരുന്നു ഞാനും നേടിയത്. പക്ഷെ അവിടെ ഒരു കാര്യം അടിവരയിട്ട് ബ്രയാൻ ട്രേസി പറയുന്നു, നിങ്ങൾക്ക് നേടുവാൻ സാധിക്കാത്ത ഓരോ കാര്യത്തിലെയും ഏക തടസ്സം നിങ്ങൾ മാത്രമാണ്, നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സുകൾ മാത്രമാണ്, നിങ്ങളുടെ മാറ്റിവെക്കൽ ശീലം മാത്രമാണ് എന്ന് പറയും.
ഇതിനെ മാറ്റിക്കഴിയുമ്പോൾ, പക്ഷെ അത് എളുപ്പമാണ് എന്ന് പറയുന്നില്ല. ഈ ഗ്രന്ഥത്തിൽ അനവധി കാര്യങ്ങൾ നമ്മളോട് വിശദീകരിച്ച് പറയുന്നുണ്ടെങ്കിലും അതിലൊന്നും തന്നെ എളുപ്പം നേടാവുന്ന കാര്യങ്ങളല്ല എന്നും ബ്രയാൻ കൂട്ടിച്ചേർക്കുന്നു. ഇത് ഓരോന്നും സമയമെടുത്തും പരിശ്രമം കൊണ്ടും നേടാവുന്നതാണ്. പക്ഷെ അത് ആർക്കും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ആർക്കും ഇതെല്ലാം സാധ്യമാണ്. ഇവിടെ ഒരു കാര്യം എടുത്തു ചോദിക്കും, വിജയത്തിന് വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് നമുക്കറിയാം. കാരണം ഏത് കാര്യം ചെയ്യണമെങ്കിലും ആ ഒരു വിദ്യ നമ്മൾ പഠിച്ചിരിക്കണമെന്ന്. പക്ഷേ ഫോബ്സ് മാസിക, നമ്മളൊരു ഫോബ്സ് എന്ന് പറഞ്ഞ മാസികയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും സമ്പന്നന്മാർ മാത്രം, അവരുടെ മാത്രം കഥകളും അല്ലെ മറ്റ് വിവരങ്ങളും വരുന്നൊരു മാസികയാണ് ആ ഫോബ്സ് മാസിക. ഇത് മാത്രവുമല്ല, ഇത് വായിക്കുന്നതും അവർ മാത്രമാണ്. നമ്മൾ ആരെങ്കിലും വായിക്കാറുണ്ടോ? അപൂർവമായിട്ട് ആരെങ്കിലും ഉണ്ടാവാം. എങ്കിലും ഭൂരിപക്ഷം പേരും ഇത് കോടീശ്വരന്മാരുടെ നിലവാരത്തിലെത്തിയവർ മാത്രം വായിക്കുന്നൊരു മാസിക. അപ്പൊ ഇവരുടെ ചില കണക്കെടുപ്പുകളുണ്ട് ഓരോ വർഷവും. ഇന്ന് ലോകത്തിലെ ഒരു 400 ധനികന്മാരുടെ അല്ലെ കോടീശ്വരന്മാരുടെ ലിസ്റ്റ് എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ എടുത്തപ്പോൾ അതിൽ 400-ൽ അധികം പേരും സ്കൂൾ തലത്തിൽ വളരെ മോശം പ്രകടനം കാഴ്ചവെച്ചവരാണ്. പഠനകാലത്ത് മോശം പ്രകടനം കാഴ്ചവെച്ചവരാണ്. അതുമാത്രവുമല്ല, അതിലെ ഏറ്റവും ധനികനായി മാറിയ ഒരു വ്യക്തി ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് അപ്പുറത്തേക്കും പോയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഫോബ്സ് മാസിക കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഇദ്ദേഹം ആ മേഖലയിലും അതുമായി ബന്ധപ്പെടുന്ന ഇതര മേഖലകളിലുമൊക്കെ തന്റെ അറിവുകൾ വർദ്ധിപ്പിച്ചു. അത് സ്കൂളിൽ തന്നെ പോയിട്ടാവണമെന്നില്ല, മറ്റു പല വഴികളിലൂടെ ഇദ്ദേഹം അവലംബിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ മേഖലയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം പഠിച്ച മറ്റു വ്യക്തികളെക്കാൾ 10 ഇരട്ടി വരുമാനം നേടുന്ന തലത്തിലേക്ക് അല്ലെങ്കിൽ ഇദ്ദേഹം മാറിയെന്ന്. അപ്പോൾ അവിടെ ആ സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെട്ട രീതിയിൽ കിട്ടിയവരെക്കാൾ ഇയാൾ $333 ദശലക്ഷം അധികമായിട്ട് സമ്പാദിക്കുന്ന വ്യക്തിയായി മാറി, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മൂല്യമുള്ളവനായി മാറി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വലിയ സമ്പന്നരായിട്ടുള്ള വ്യക്തികളെ കണ്ടു നോക്കി, അല്ലെങ്കിൽ വലിയ മെച്ചപ്പെട്ട നിലവാരം പ്രവർത്തിക്കുന്ന വ്യക്തികളെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ചെറിയ ജോലികൾ ഇവർ ചെയ്യുവാറില്ല. കാരണം ഇവരുടെ ഓരോ മണിക്കൂറിനും അവർ തന്നെ രഹസ്യമായി വിലയിട്ടിട്ടുണ്ട്. ഒരു മണിക്കൂർ അവരുടെ വില ചിലപ്പം ചിലർക്ക്, നമുക്കിപ്പോൾ 1 മണിക്കൂർ ജോലി ചെയ്താൽ കിട്ടുന്ന തൊഴിൽ വരുമാനം എത്രയാണെന്ന് നമുക്കറിയാം. ആ വരുമാനത്തിനുള്ള തൊഴിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചുകൂടി വരുമാനമുള്ള ഒരു വ്യക്തിയെ ശ്രദ്ധിച്ചാൽ അയാൾക്ക് 1 മണിക്കൂറിന്റെ വില എത്രയാണ് എന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതലായി. പക്ഷെ ഈ ഒരു നിലവാരത്തിൽ എത്തിയ വ്യക്തികളെ നോക്കിയാൽ അവർക്കൊരു മണിക്കൂറിന് ചിലപ്പോൾ ലക്ഷങ്ങളായിരിക്കും അവർ വിലയിട്ടിരിക്കുക, അല്ലെങ്കിൽ ലക്ഷങ്ങളായിരിക്കും അവരുടെ മൂല്യം ഉണ്ടാവും. അപ്പോൾ അവരൊരിക്കലും ചെറിയ കാര്യങ്ങൾ ചെയ്യുവാറില്ല, അത് മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ് പതിവ്. വലിയ മൂല്യം ലഭിക്കുന്ന പ്രവൃത്തികൾ മാത്രമേ അവർ ഏർപ്പെടുവാറുള്ളൂ. അതുപോലെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യം, സ്കൂളിൽ നല്ല ഗ്രേഡ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീടുള്ള ജീവിതത്തിൽ ഒരിക്കലും തനിക്ക് വലിയ വിജയം നേടുവാൻ കഴിയില്ല എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. സ്കൂളിൽ ഞാൻ ഇത്തിരി മോശമായി, ഗ്രേഡ് ഇത്തിരി കുറവൊക്കെയായിരുന്നു, എന്നേക്കാൾ മെച്ചപ്പെട്ട നിലവാരം പുലർത്തുന്നവരും ശരാശരിക്കാരുമൊക്കെ അവിടെ അനവധി ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഒന്നുമല്ലെന്ന് വിചാരിക്കുക. പക്ഷെ അവിടെ തന്നെ നമ്മൾ ചിന്തിക്കുന്നത്, ഇനി ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് വലിയ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയില്ല എന്നൊരു ചിന്താഗതി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ജീവിതകാലം മുഴുവൻ താണ നിലവാരത്തിൽ, ഏറ്റവും കുറഞ്ഞ നിലവാരത്തിൽ ജീവിക്കേണ്ടി വരികയായിരുന്നു. പക്ഷെ അവിടെ എടുത്തു പറയുന്നു, ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യമായ, അല്ലെങ്കിൽ സൈനിക ശക്തി പോലും ഏറ്റവും കൂടുതലുള്ള, ഏറ്റവും അധികമായിട്ടുള്ള, അത് പ്രത്യേകിച്ചൊരു നമ്മുടെ റോബർട്ട് കിയോസാക്കിയുടെ പുസ്തകങ്ങളിലൊക്കെ പറയുന്നത് ട്രില്യൺ കണക്കിന്, ബില്യൺ അല്ല ട്രില്യൺ കണക്കിന് ഡോളേഴ്സാണ് ഓരോ വർഷവും അമേരിക്ക സൈനിക ശക്തി വികസിപ്പിക്കുന്നതിന് വേണ്ടി ചിലവഴിച്ചുകൊണ്ടിരിക്കും. അത്തരം ഒരു രാജ്യത്ത്, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ആ രാജ്യത്ത്, അവിടുത്തെ ഏറ്റവും മെച്ചപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അധികം ധനികരായ വ്യക്തികളെ നോക്കിയാൽ അവരിൽ പലരും സ്കൂൾ നിലവാരത്തിൽ വളരെ മോശം പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളവരാണ് എന്ന് പറയുവാൻ കഴിയും. എന്ന് പറഞ്ഞിട്ട് സ്കൂളിലെ നിലവാരം നമ്മൾ മോശമാക്കുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഗ്രേഡിങ്ങിൽ മാത്രമല്ല അവരുടെ ജീവിത നിലവാരത്തെ നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നത്, ആർക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ എന്തും നേടിയെടുക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെ നമുക്കൊരു ആനയെ തിന്നുക,
ആനയെ തിന്നുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. പക്ഷേ ആനയെ തിന്നുവാൻ കഴിയും ഒരു സമയത്ത് ഒരു കടി മാത്രം കഴിക്കും. അല്ലാതെ ആനയെ ഒറ്റയടിക്കങ്ങ് തിന്നു തീർക്കുകയല്ല. ഒരു ദിവസം ഒരു കടിയിലൂടെ കുറച്ച് കഴിക്കുന്നു, അടുത്തൊരു സമയത്ത് കുറച്ചുകൂടെ കഴിക്കുന്നു. ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കഴിച്ച് തീർത്താൽ ഒരാനയെ മുഴുവനായി വേണമെങ്കിൽ തിന്നു തീർക്കുവാൻ സാധിക്കുമെന്ന് പറയുന്നത് പോലെ എത്ര വലിയ കാര്യവും നമുക്ക് അപ്രാപ്യമെന്ന് തോന്നുന്ന എന്ത് മേഖലയിലും നമുക്ക് വളരെ ഒരു സമയത്ത് ഒരു മൂവ്മെന്റ് മാത്രം ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ പഠിക്കാൻ പോകും. നമുക്ക് എത്ര ബാലികേറാ മലയായിട്ട് തോന്നുന്ന പഠനമാണെങ്കിൽ പോലും ആ ഒരു സമയത്ത് അതിലെ ചെറിയൊരു കാര്യം അടുത്ത സമയത്ത് അടുത്തത് ഇങ്ങനെ കുറച്ചായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ കാര്യവും നിങ്ങൾക്കല്ല ആർക്കും നേടുവാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെ അറിവുകൾ നേടണമെന്നാണ് നമ്മൾ ആദ്യം കണ്ടത്. എന്തൊക്കെ അറിവുകൾ വേണം നമുക്ക് ജീവിതത്തിലും നമ്മുടെ തൊഴിൽ മേഖലയിലും നമ്മുടെ കുടുംബ ജീവിതങ്ങളിലും ഒക്കെ നമ്മൾ വിജയിക്കുവാൻ? ഇവിടെയൊക്കെ നമ്മൾ എന്തെന്ത് അറിവുകളാണ് നേടുവാനുള്ളത് എന്നിട്ടുള്ളത് നമ്മൾ കണ്ടെത്തുകയും ഇതിനെ കൂടുതലായിട്ട് പഠിക്കുവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കുവാനുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ എങ്ങനെ പഠിക്കാം എന്നുള്ളതൊരു എളുപ്പ വഴി ടെക്നിക്ക് പറയുന്നത്. നമുക്ക് ഇപ്പൊ ചെയ്യുവാൻ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളുടെ ഇവിടെ പലരും പ്രഭാഷണം ചെയ്യുന്നവരുണ്ട് ഉള്ളതുകൊണ്ട് അതിനെ ഉദാഹരണം ആക്കി പറഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് നിരന്തരം ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ ഒരു ദിവസം അരമണിക്കൂറേ വായിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും ആ ഒരു നമ്മൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന മേഖലയിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ വായിക്കുന്ന ശീലമുണ്ട്. പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പുസ്തകങ്ങളായിട്ടും നമ്മുടെ നെറ്റിൽ ഇങ്ങനെ PDF ഫോർമാറ്റിലൊക്കെ ആയിട്ടും ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. ഇനി നിങ്ങളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്, നിങ്ങൾ കാറിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഈ കാറിൽ നമ്മൾ പാട്ട് കേൾക്കാറുണ്ട്, സിനിമയൊക്കെ കാണുന്നവരൊക്കെ ഉണ്ട്. ഇത് രണ്ടും ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ പഠിക്കുവാൻ അല്ലെങ്കിൽ വളരുവാൻ ഉദ്ദേശിക്കുന്ന ആ മേഖലയിലുള്ള അറിവുകൾ ഓഡിയോ ടേപ്പ് രൂപത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. കാരണം ഡ്രൈവ് ചെയ്യുന്ന സമയങ്ങളിൽ ഡ്രൈവിംഗ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കാർ യാത്ര ചെയ്യുമ്പോൾ യാത്ര നമ്മൾ വെറുതെയാണ്. ഈ സമയത്ത് പാട്ട് കേൾക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ ഈ ഒരു താല്പര്യമുണ്ടെങ്കിൽ ആ മേഖലയിൽ നമ്മളുടെ ഓഡിയോ ടേപ്പുകൾ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഓഡിയോ ടേപ്പുകൾ കേട്ടുകൊണ്ടിരിക്കുക, സംസാര രൂപത്തിലുള്ള കേട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ നിരന്തരം കേൾക്കുമ്പോൾ ഈ മേഖലയിൽ നിങ്ങൾ ശരിക്കും ഓരോ ചുവടുകളായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല, അറിയാം. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു സ്റ്റഡി ക്ലാസ്സിൽ, ഒരു സെമിനാറിലോ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിലോ നിങ്ങൾ പങ്കെടുത്ത് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം മുതൽ അവരുടെ ജീവിതം മറിയുന്നതായിട്ട് കാണും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും വ്യക്തികളെ എടുത്തു നോക്കിയാൽ വർഷങ്ങളോളം ഇവർ ഒരേ തൊഴിലിൽ നിന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇവരുടെ ജീവിതത്തിന്റെ നിലവാരം ഉയരാൻ തുടങ്ങുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഒരു സെമിനാറിൽ നിന്നുള്ള അറിവുകൾ, ഒരു നല്ല ശില്പശാലയിൽ നിന്ന്, ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച അറിവുകളായിരിക്കും പെട്ടെന്ന് അവരെ മാറ്റിമറിക്കുകയും പിന്നീട് അവരിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയും അവരുടെ ആ മേഖലയുടെ ലെവൽ പെട്ടെന്ന് മാറിയിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലം. അപ്പോൾ അവിടെ എന്താണ്, അവർക്കൊരു പുതിയ അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവര് വളരുവാൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെന്ത് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവുകളാണെങ്കിലും സെമിനാറുകളാണെങ്കിലും വർക്ക്ഷോപ്പുകളാണെങ്കിലും ഇതിനു വേണ്ടി എത്രയധികം ചിലപ്പോൾ നമുക്ക് കുറച്ച് പണം ചെലവഴിക്കേണ്ടി വന്നതുകൊണ്ട് ഇതിനെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. കാരണം നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്ന മെച്ചപ്പെട്ട പല ഘടകങ്ങളും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇത് നമ്മൾ വീണ്ടും പിന്നീട് മാറ്റിവെക്കുമ്പോൾ ഇവിടെ നമ്മുടെ വളർച്ചയുടെ നിരക്ക് കുറയുകയും വളരുക തന്നെ ഇല്ലാതെയും ഒക്കെ ആയിപ്പോകുക. അപ്പോൾ അവിടെ നമ്മൾ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു. വരുന്ന 5 വർഷത്തിനുള്ളിൽ എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുവാൻ എന്തെന്ത് കാര്യങ്ങളാണ് ഞാൻ നേടിയെടുക്കേണ്ടത്? ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ മാസം കഴിയുമ്പോഴും എന്തെന്ത് ചെറിയ ചലനങ്ങളാണ്, ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ എത്ര ചെറിയ സ്റ്റെപ്പുകളാണ് മുൻപോട്ട് വെക്കേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് ഇതിനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇതുപോലെ ഓരോ മേഖലയിലും നമ്മൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന അല്ലെങ്കിൽ ഫലം കാണുന്ന സുപ്രധാനമായിട്ടുള്ള മേഖലകളെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് അവിടെ വേണ്ടത് നമുക്ക് ദൂരക്കാഴ്ച ഉണ്ടായിരിക്കണം. അതായത് വരാനിരിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ മേഖലയിൽ തന്നെ, നമ്മുടെ ഈ മേഖലയിൽ നാളെ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഉള്ളതിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. കാരണം ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക്
അത് ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ, ആ ദൂരക്കാഴ്ച ഉണ്ടാവുന്നില്ലെങ്കിൽ അയാൾ ആ മേഖലയിൽ അമ്പേ പരാജയമാണ് എന്നുള്ളതാണ്. കാരണം അയാൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ആ തൊഴിൽ ഉണ്ടെന്നുള്ള ഒരു പേര് മാത്രം നേടിയെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇയാൾക്കൊന്നുമില്ല എന്നുള്ളതാണ്. വരാൻ പോകുന്നത് എന്താണ് ഈ മേഖലയിൽ? അതിനൊത്തുള്ള മാറ്റങ്ങൾ നമ്മുടെ ഈ തൊഴിൽ സ്കില്ലുകളൊക്കെ നമ്മൾ നേടിക്കൊണ്ടിരിക്കണം, മാറിക്കൊണ്ടിരിക്കണം. ഇന്നിപ്പോൾ നമുക്ക് വിപണിയിലേക്ക് സാധനങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഏറ്റവും പുതിയ പരസ്യ രീതികൾ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഇതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞുകൊണ്ടും പഠിച്ചുകൊണ്ടിരിക്കണം. കാരണം ഒരു കാലത്ത് നമ്മളുടെ പരസ്യങ്ങൾ വന്നിരുന്ന പത്രമാധ്യമങ്ങളിലും നോട്ടീസുകളിലും റേഡിയോയിലും ഒക്കെ ആണെങ്കിൽ പിന്നീട് അത് ടെലിവിഷൻ ചാനലുകളിലൂടെ വന്നു. ഇപ്പോൾ അത് സോഷ്യൽ മീഡിയകളിൽ കൂടിയായി, ഡിജിറ്റൽ മാർക്കറ്റിങ്ങുകളിലൂടെയായി, അതും കഴിഞ്ഞ് അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുവാനൊക്കെ തുടങ്ങി. അതായത് എല്ലാ മേഖലയിലും അനവധി ആളുകളുടെ തൊഴിൽ അവിടെ നഷ്ടപ്പെടുന്നു എന്നൊരു വിലാപമുണ്ടെങ്കിൽ പോലും പുതിയ കുറെ അധികം തൊഴിലുകൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. കാരണം ഇന്നിപ്പോ ഓരോ കാര്യങ്ങളും റോബോട്ടുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ പ്രാപ്തരായി കഴിയും. നിർമ്മിത ബുദ്ധികൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോന്ന് ചെയ്യുവാൻ കഴിയും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും തൊഴിലുകൾ നഷ്ടപ്പെടാം. ഇന്നിപ്പോ നമ്മൾ പല തൊഴിലുകളെ കുറിച്ചും പലരും പറയുന്നുണ്ട്. ഇന്ന് തൊഴിലുകൾ നഷ്ടപ്പെടാൻ പോവാണ്, നിന്റെ തൊഴിലുകൾ പ്രത്യേകിച്ച് പറയും. ആവർത്തിച്ചു വരുന്ന പല തൊഴിലുകളും ഇപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. ഇപ്പൊ അടുത്ത കാലത്ത് കേട്ടു, അമേരിക്കയിലെ ചിലയിടങ്ങളിലൊക്കെ അഭിഭാഷകരെ പോലും, വക്കീലന്മാരെ പോലും ഇനി ആവശ്യമില്ല. കാരണം കേസ് വാദിക്കാൻ തക്കതായിട്ടുള്ള റോബോട്ടുകൾ രംഗത്ത് വന്നു. ഇതെല്ലാ മേഖലയിലും സംഭവിക്കും. ഡോക്ടേഴ്സിന്റെ സ്ഥലത്ത് ചിലപ്പോൾ വന്നതിരിക്കാം. ഇങ്ങനെ ഓരോ മേഖലകളിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വളരെയധികം വക്കീലന്മാർ, വളരെയധികം സമ്പാദ്യം നേടുന്നവരുണ്ട്, വിജയിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു കാലത്ത്, കുറച്ചു കാലം കഴിയുമ്പോൾ അത് നമ്മുടെ രാജ്യത്തേക്കും വരും, റോബോട്ടുകൾ വരും. ഇനി ഇപ്പോൾ നമ്മൾ ടൂർ പാക്കേജുകളൊക്കെ ചെയ്യുന്ന കമ്പനികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഹോളിഡേ പാക്കേജ്. അപ്പൊ അവർ അത് ചെയ്തു കൊടുക്കുന്ന അനവധി കമ്പനികൾ നടത്തുന്ന ആളുകളുണ്ട്. പക്ഷെ ഇന്ന് അത് പലപ്പോഴും കുറച്ചുകൂടി അറിവുള്ള വ്യക്തികൾ എന്ത് ചെയ്യും, അതിനുവേണ്ടി ആപ്ലിക്കേഷൻസുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ നമ്മളുടെ പോകേണ്ട സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ അതിന് വേണ്ട സഹായം മുഴുവൻ ഈ ആപ്ലിക്കേഷൻ വഴി നൽകപ്പെടും. അല്ലെങ്കിൽ നമ്മളൊരു ഇൻഷുറൻസ് ഏജന്റ് ആണെങ്കിൽ ഒരു കാലത്ത് നമ്മൾ വീടാന്തരവും അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ തോറും കയറി ഇറങ്ങിയ ആളുകളെ ക്യാൻവാസ് ചെയ്ത് ചേർക്കുന്ന ഏജന്റുമാരിൽ നിന്നും ആപ്ലിക്കേഷൻ മതി വീട്ടിലിരുന്ന് അയാളുടെ ഫോണിൽ കൂടെ തന്നെ ഒരാൾക്ക് ഇൻഷുറൻസിൽ ചേരാൻ കഴിയും. ഇങ്ങനെ ഓരോ മേഖലകളിലും മാറ്റം വരും. അപ്പോൾ അതിന്റെ പുതിയ മേഖലകളെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇരിക്കുക എന്നുള്ളതാണ് അവിടെ വിജയിക്കുന്നത്. ഒരു കാലത്ത് ഇതിനെതിരെയൊക്കെ സമരം ചെയ്യുന്നത് നമ്മൾക്ക്, പക്ഷെ എത്ര സമരങ്ങൾ അതിന് ഫലപ്രാപ്തി കണ്ടു എന്നാകില്ല. ഇപ്പോൾ എന്തിനാണ് അതിന് എതിരെ സമരം ചെയ്തവർ പോലും അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുവാറുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ എതിരിടാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മൾ അതിനെ ഉൾക്കൊണ്ട് അതിനെ പഠിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതല്ലേ കുറച്ചുകൂടി നല്ലത് എന്ന് ഇവിടെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തിയായി മാറുക, ആ മേഖലയിൽ, നമ്മുടെ മേഖലയിൽ മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുക. ഒരു എക്സിക്യൂട്ടീവിന്റെ കാര്യം, സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇയാൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അയാൾ നന്നായിട്ട് ജോലിയെ ആസൂത്രണം ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം. പിന്നീട് എന്താണ്, കുറച്ചുകൂടെ തന്റെ ജോലി ചെയ്യുമ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ പോയി ക്യാൻവാസ് ചെയ്യുക, സെയിൽസ് ഉണ്ടാക്കുക. ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ അയാൾ മികച്ച രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിയും. കാരണം ഇദ്ദേഹം ഒരു ടീം ലീഡറായിട്ട് വളർന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ താഴെയുള്ള എക്സിക്യൂട്ടീവുകളെ മികച്ച രീതിയിൽ സംഘാടനം ചെയ്തു കൊണ്ടുപോകുവാൻ ഇദ്ദേഹത്തിന് സ്കില്ലുണ്ടായിരിക്കും. എങ്കിലാണ് ഇദ്ദേഹം ആ മേഖലയിൽ അടുത്ത ചുവട് വയ്ക്കുകയുള്ളൂ. വീണ്ടും മൂന്നാമത് വരുമ്പോൾ എന്താണ്, സ്റ്റാഫുകളെ, തൊഴിലാളികളെ നിയമിക്കുക. ഇത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും. കൃത്യമായിട്ട് തൊഴിലാളികളെ നിശ്ചയിക്കുക. അതുമാത്രമല്ല, അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ അധികാരം കൃത്യമായി ഏൽപ്പിക്കാനുള്ള കഴിവ്. ഇനി അതും കഴിഞ്ഞിട്ട് അതിന്റെ മേൽനോട്ടം ചെയ്യുവാനുള്ള കഴിവ്. ഇത് നന്നായിട്ട് മേൽനോട്ടം ചെയ്യണം. പലപ്പോഴും ചിലയിടങ്ങളിൽ ഇപ്പൊ പുതുതായി വരുന്ന ഒരു മാനേജറുടെ ജോലി, ഒരാൾക്ക് മാനേജറായിട്ട് ജോലി കൊടുത്തു, അദ്ദേഹം ഇങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞു, വീണ്ടും വീണ്ടും ദിവസങ്ങൾ കടന്നു പോകുന്നു, എന്നിട്ടും ഇദ്ദേഹത്തിന് അറിയില്ല എന്താണ് എന്റെ ജോലി. ഇദ്ദേഹം ഒരിക്കലും ഈ തൊഴിൽ ഉടമയോട് വന്ന് ചോദിച്ചു, അല്ല ശരിക്കും എന്താണ് ഞാൻ ഇവിടെ ചെയ്യേണ്ട ജോലി എന്നൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു.
അപ്പോൾ നിങ്ങളുടെ പോസ്റ്റ് എന്താണ്? മാനേജർ. ഈ മാനേജർ ചെയ്യേണ്ടത് എന്താണ്? മാനേജ് ചെയ്യുക, അധികാരം ഏൽപ്പിക്കുക, മറ്റുള്ള ആളുകളെ കൊണ്ട് തൊഴിൽ ചെയ്യിക്കുക എന്നുള്ളതാണ്. അത് ഇദ്ദേഹത്തിന് അറിയില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നത്. എന്ത് ജോലിയാണ്? കാരണം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തെങ്കിലും ജോലി ഏൽപ്പിക്കുന്നു, അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ മൈൻഡിലുണ്ടായത്. അതുകൊണ്ടാണ് ഇത്തരം ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നത്. ഇനി നമുക്ക് ഈ ഘട്ടവും കഴിഞ്ഞു, മേൽനോട്ടവും കഴിഞ്ഞാൽ അടുത്ത ഘട്ടം പുരോഗതി അളന്നുകൊണ്ടിരിക്കുക. ഓരോ മേഖലയിലും ആ ഒരു മേഖലകളിലുള്ള പുരോഗതിയെ അളന്നുകൊണ്ടിരിക്കുക, പിന്നീട് ഇതിനെ റിപ്പോർട്ടിംഗ് ചെയ്യുക, കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയും മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് വളർന്നിരിക്കും എന്നുള്ളതാണ്. ഇത്രയും കാര്യം കൃത്യമായിട്ട് ചെയ്യുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മെച്ചപ്പെട്ടവൻ ഈ എല്ലാ മേഖലകളിലും മികച്ച പ്രകടനം ചെയ്യുന്നവരായിരിക്കാം. അവിടെ എത്താത്ത വ്യക്തി ഇതിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ തൻ്റെ കഴിവുകൾ കുറവുള്ളതായിരിക്കാം. അപ്പോൾ അത് നമ്മൾ പഠിച്ചെടുക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നീട് നമ്മളൊരു 360 ഡിഗ്രിയുള്ള വിശകലനം, നമ്മളുടെ ഓരോ പ്രവർത്തനത്തിലും അതിനെ ഒന്ന് വട്ടം ചുറ്റിക്കൊണ്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിന്റെ ഓരോ മേഖലകളിലും വരുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് കൃത്യമായി നമ്മൾ ഇനി ഒന്ന് അവലോകനം ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ മേഖല. ആ അവലോകനം ചെയ്തു കഴിയുമ്പോഴായിരിക്കും നമുക്കിവിടെ വളരുവാൻ കഴിയുക. അപ്പൊ അവിടെ പലരും പറയുന്നത് എനിക്ക് ജോലി കഴിഞ്ഞിട്ടൊട്ടും സമയമില്ല, പിന്നെ എപ്പോഴാണ് ഞാൻ ഇതൊക്കെ പഠിക്കാനും അല്ലെങ്കിൽ ഇതൊക്കെ അവലോകനം ചെയ്യാനും പോകുക? കാരണം ഈ സമയമില്ലായ്മ നീ തന്നെ സൃഷ്ടിക്കുന്നതാണ്. കാരണം നമുക്കെപ്പോഴും ഇങ്ങനെ നിരന്തരം ജോലി ചെയ്യുക എന്നുള്ളൊരു പ്രവണതയിലേക്ക് പോയി. അത് മാത്രമല്ല, അതിൽ വളരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുവാൻ സമയം കണ്ടെത്തണം, അതിനെ വിശകലനം ചെയ്യുവാൻ സമയം കണ്ടെത്തണം, നമ്മൾ അതിനൊപ്പിച്ച് സ്കെയിലപ്പ് ചെയ്യുവാനും നമുക്ക് സാധിച്ചിരിക്കണം. ഇല്ലെങ്കിലാണ് നമ്മളെപ്പോഴും ആ ഒരേ ലെവലിൽ നമ്മുടെ ജീവിതം തുടക്കം മുതൽ ഒടുക്കം വരെ ജീവിച്ച് ജീവിതം തീർത്ത് പോകേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ നമ്മെ തന്നെ ഉയർത്തുവാനുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം, അതിനുള്ള സ്വഭാവ സവിശേഷതകൾ നമ്മൾ ആർജിച്ചു കൊണ്ടിരിക്കണം, അതിനുള്ള സ്കില്ലുകൾ നമ്മൾ നേടിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ ഉള്ളത് അതിനെ നമ്മൾ ആദ്യം അംഗീകരിക്കുക തന്നെ വേണം. കാരണം പലപ്പോഴും ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും ചില സ്വതസിദ്ധമായ കഴിവുകളുണ്ട്. എല്ലാ ആളുകൾക്കും അത് വ്യത്യസ്തമായ കഴിവുകളാണ്. സ്വതസിദ്ധമായ ഓരോ കഴിവുകളോടെയാണ് ജീവിക്കുക. അവർക്ക് ചില പ്രത്യേക മികവുകളുണ്ട്, ചോദനകളും പ്രവണതകളും ചിന്തകളും കരുത്തും. ഒരു പ്രത്യേക മേഖലയിൽ അവർക്ക് ഒരു ദൗർബല്യം ഉണ്ടായിരിക്കാം, പ്രത്യേക മേഖലകളിൽ അവർക്ക് മിടുക്കുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടിയാണ് എല്ലാ കുട്ടികളും ജനിച്ചു വീഴുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ കഴിവ് എവിടെയാണ് ഉള്ളത്, കൂടുതലുള്ളത് എന്നുള്ള മേഖല കണ്ടെത്തിയിട്ട് ആ മേഖലയിലുള്ള തൊഴിലുകളിലേക്ക് നമ്മൾ ഏർപ്പെടാവും. അപ്പൊ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് 20 വർഷത്തോളം ചില ആളുകൾ ജോലി ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം മറ്റൊരു തൊഴിലിലേക്ക് മാറുമ്പോൾ ആ 20 വർഷം അവർ നടത്തിയ കാര്യത്തെക്കാൾ മികച്ച പ്രകടനം ചിലപ്പോൾ പുതിയൊരു തൊഴിൽ കാണിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അതിന്റെ കാരണം അവർക്ക് ഏറ്റവും കഴിവുള്ള മേഖല ഇപ്പോൾ ഒരു രണ്ടാമത് തിരഞ്ഞെടുത്തതായി, അല്ലെങ്കിൽ ആ മേഖലയിലാണ് ഇവർക്ക് മിടുക്ക് കൂടുതലുണ്ടായത്. മറ്റിതിനു മുമ്പ് ചെയ്തിരുന്ന ജോലിയിൽ ഇവർക്ക് ദൗർബല്യം മാത്രമുള്ള മേഖലയായിരുന്നു. അപ്പോൾ ഇതിനെ കണ്ടെത്തുവാൻ ശ്രമിക്കുക. നമുക്ക് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന മേഖല കണ്ടെത്തി അതിനെ തന്നെ തൊഴിലായിട്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു പഴയ പഴമൊഴി പറയുന്നുണ്ട്, ഒരു കുതിരയെ നടത്തുവാൻ ഏറ്റവും നല്ല വഴി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുതിര നടന്നു പോകുന്ന വഴി അല്ലെങ്കിൽ കുതിര പോകുന്ന വഴിക്ക് തന്നെ അതിനെ നടത്തുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും സുഖകരമായിട്ട് ചെയ്യുവാൻ കഴിയുക. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലെ കഴിവുകൾ, നമ്മളുടെ ജന്മസിദ്ധമായിട്ട് നമുക്കുള്ള ചില ചോദനകളും അറിവുകളും കഴിവുകളുമുള്ള മേഖല ഏതാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ വഴിയിലൂടെ പോയാൽ നമുക്ക് മികച്ച യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ മികച്ച വിജയം കൈവരിക്കുവാൻ ചെയ്യുമെന്ന് പറയുന്നു. അത് മാത്രമല്ല, ആ ഒരു സ്വതസിദ്ധമായ കഴിവ് നമുക്കുണ്ടെങ്കിൽ അതിലൂടെ ചുമ്മാ ആ തൊഴിൽ പോയി ഏർപ്പെട്ടാൽ മാത്രം പോരാ, കഴിവുകൾ വികസിപ്പിക്കണം. കാരണം എല്ലാവർക്കും കഴിവുകളുണ്ട്, എന്നാൽ കഠിനാധ്വാനത്തിലൂടെ മാത്രമേ അതിനെ വികസിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുകൂടി പറയും. അപ്പോൾ ശരാശരിക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനെ, ശരാശരിയായി ജീവിച്ച് ജീവിതം തീർക്കുന്ന ഒരു മനുഷ്യനെ അവന്റെ കുഴിമാടം വരെ എത്തുന്നത് വരെയും അവൻ ദൗർബല്യങ്ങളിൽ ജീവിക്കുന്നവനായിരിക്കും, മൊത്തം പ്രശ്നങ്ങളായിരിക്കും, മൊത്തം കുറ്റപ്പെടുത്തലുകളായിരിക്കും. ഇങ്ങനെയായിരിക്കും ഇദ്ദേഹത്തിന്റെ ജീവിതം പോകുക.
അപ്പോൾ നിങ്ങൾക്ക് ചേരാത്ത ജോലിയിലാണ് നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലായാൽ നിങ്ങളുടെ കഴിവുള്ള മേഖല കണ്ടെത്തി അതിലേക്ക് മാറുവാനുള്ള ശ്രമം എത്രയും വേഗം ചെയ്യണമെന്ന്. കാരണം അവിടെ നിങ്ങൾക്ക് കുറഞ്ഞ കാലയളവുകൾ കൊണ്ട് തന്നെ വളരെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നെപ്പോളിയൻ ഹില്ല് ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, അമേരിക്കയിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ. അദ്ദേഹം ജീവിച്ചത് അമേരിക്കയിലാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അമേരിക്കയിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾ അവിടെ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് ആദ്യം കണ്ടെത്തണം. എന്നിട്ട് മനസ്സിനിഷ്ടമായ കാര്യം നിങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യും, ഭംഗിയായിട്ട് ചെയ്യും. കാരണം അവിടെ നമുക്ക് ഒഴികഴിവുകളില്ല, സ്ഥലകാല ബോധങ്ങളില്ല, ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നമ്മൾ ചെയ്യും. കാരണം നമ്മുടെ ഒരു ഇഷ്ടം അതാണ്. ഇഷ്ടത്തോടെ ചെയ്യുന്ന ജോലി എത്ര നേരം വേണമെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ നമ്മൾ വിജയിക്കുന്നതായിട്ടും കാണുവാൻ കഴിയും. അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട മേഖല തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതിൽ കൂടുതൽ നമ്മൾ നമ്മുടെ കഴിവുകളെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളത് ചെയ്യുക. അപ്പൊ അവിടെയൊക്കെ നമ്മൾ മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തി എന്നുള്ളൊരു കെണിയിൽ വീണു പോകാം. ആരെങ്കിലും വന്ന് നമ്മളോട് നമ്മൾ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ വിജയിക്കുവാൻ നോക്കുക. കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മുടെ ദൗർബല്യങ്ങൾ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ആ മേഖലയിലാണ്. നമ്മുടെ കഴിവുകൾ കൂടുതൽ ചെയ്യുവാൻ തൽപരമായിട്ടുള്ള മേഖല ഏതാണോ അത് കണ്ടെത്തി അങ്ങോട്ട് മാറുവാനും ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലൊരു മാന്ത്രിക ദണ്ട് വീശുന്നതായിട്ട് സങ്കല്പിക്കണം. ഒരു മാന്ത്രിക ദണ്ടെടുത്ത് വീശുമ്പോൾ നമ്മൾ കഥകളിൽ കേട്ടിട്ടുണ്ട്, പുതിയൊരു കാര്യം സൃഷ്ടിക്കുവാൻ കഴിയും മാന്ത്രികന്മാർ. ഇതുപോലെ മാന്ത്രിക ദണ്ട് വീശി നമ്മുടെ കാര്യങ്ങൾ മാറ്റിമറിക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നതായിട്ട് നമ്മൾ സ്വയം സങ്കല്പിക്കുവാൻ കഴിയും. ഇവിടെ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു, നമ്മൾ അനവധി കേട്ടിട്ടുണ്ട്, പരിശീലിക്കുക, പരിശീലിക്കുക, പരിശീലിക്കുക. പ്രാക്ടീസ്, പ്രാക്ടീസ്, പ്രാക്ടീസ്. ഇത് മാത്രമേ ഉള്ളൂ എളുപ്പ വഴി. അല്ലാതെ മറ്റൊരു കാര്യവുമില്ല. ഏതു മേഖലയിലാണെങ്കിലും അതിനെ പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രതിവിധി എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ അടിവരയിട്ട് പറയുന്നത്. ഈ ഒരു കാര്യത്തോടു കൂടി നമ്മുടെ ഈ ക്ലാസ്സിനെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, തൃപ്പാദജയം. നന്ദി, നമസ്തേ.